പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നിനക്കാരാധനയും സ്തുതിയും പുകഴ്ചയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിന് സ്തുതി. ലോകമെമ്പാടുമുള്ള 5000-ഓളം വരുന്ന ആരാധനാ സന്യാസിനി സമൂഹത്തിന് ഇത് വലിയ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ അനന്ത പരിപാലനയ്ക്ക് മുൻപിൽ നന്ദിയോടെ താഴ്മയോടെ ഞാൻ ശിരസ്സ് നമിക്കുകയാണ്. പരിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹം SABS എന്ന പേരിലാണ് ഇന്നറിയപ്പെടുക. സിസ്റ്റേഴ്സ് ഓഫ് ദി അഡോറേഷൻ ഓഫ് ദ ബ്ലെസ്സഡ് സാക്രമെൻറ്റ്. SABS കുടുംബാംഗങ്ങൾ എവിടെയായിരുന്നാലും ഏതൊക്കെ കാരുണ്യ ശുശ്രൂഷകൾ ചെയ്താലും എന്തൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും എല്ലാവരുടെയും ചിന്തയും അനുധ്യാനവും ഒരൊറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചായിരിക്കും, വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തിൽ. കാരണം ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകനായ ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരിയുടെ ആഹ്വാനം മക്കളായ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവില്ല. അദ്ദേഹം ഞങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു, ദിവ്യകാരുണ്യനാഥൻ എല്ലായ്പ്പോഴും എല്ലായിടത്തും എല്ലാവരാലും അറിയപ്പെടുകയും ആരാധിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യണമെന്ന്. വന്യ സഹോദരരെ, സ്നേഹിക്കപ്പെട്ട മക്കളെ, ലോകത്തിലുണ്ടായിരുന്ന തനിക്കുള്ളവരെ താൻ സ്നേഹിച്ചിട്ട് അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ദൈവം സ്നേഹമാകുന്നു. ഇതാ മനുഷ്യന് ഗ്രഹിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള അവിടുത്തെ അനന്ത സ്നേഹം. ഇതാ ദൈവത്തിൻ്റെ സ്നേഹം അവിടുത്തെ സർവശക്തിയുടെ അതിര് നമുക്ക് കാണിച്ചു തരുന്നു. വിശപ്പും ദാഹവും ശമിപ്പിക്കുന്നതും ആഗ്രഹിക്കുന്നതും രുചിയുള്ളതുമായ സ്വർഗീയ മന്ന, ദൈവത്തിൻ്റെ സ്നേഹം ഒരു നിർജീവ വസ്തുവിൻ്റെ സാദൃശ്യത്തിൽ ലോകാവസാനം വരെ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മോടൊത്ത് വസിക്കുന്നു. ദൈവത്തിൻ്റെ അമൂല്യ സ്നേഹത്തിൻ്റെയും അനന്തജ്ഞാനത്തിൻ്റെയും അത്യാശ്ചര്യജനകമായ ഈ പ്രവൃത്തിയെക്കുറിച്ച് അവധാനപൂർവം നിങ്ങൾ ചിന്തിപ്പിൻ. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ നിവൃത്തിയുള്ളിടത്തോളം അടുക്കലടുക്കൽ സ്വീകരിക്കുകയും അവിശ്വാസികളിൽ നിന്നും പാപികളിൽ നിന്നും നമ്മുടെ കർത്താവ് അനുഭവിക്കുന്ന അപമാനങ്ങളെയും സങ്കടങ്ങളെയും പാടുള്ള വിധത്തിൽ പരിഹരിക്കുകയും ചെയ്യുവിൻ. ദൈവത്തെ സ്നേഹിക്കുന്നതിൽ മന്ദതയുള്ള നമ്മുടെ ഹൃദയം യോഗ്യമായ വിധം ദൈവത്തെ സ്നേഹിപ്പാനും ദൈവത്തിൻ പക്കലേക്ക് ഉയർത്തി പ്രാർത്ഥിപ്പാനും വേണ്ടി അവിടുത്തെ ദിവ്യഹൃദയത്തെ നമുക്ക് നൽകിയിരിക്കുന്നു. അതിനാൽ നമുക്ക് നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കാം. ബാവായുടെയും പുത്രന്റെയും റൂഹദാശയുടെയും നാമത്തിൽ ആമേൻ. വാസ്തവത്തിൽ അദ്ദേഹത്തിൽ നിറഞ്ഞു തുളുമ്പി നിന്ന ദിവ്യകാരുണ്യ ഭക്തി ശേഖരിച്ച് പ്രസരിപ്പിക്കാൻ അദ്ദേഹം കണ്ടെത്തിയ ഒരു റിസർവോയർ തന്നെയായിരുന്നു ഞങ്ങളുടെ സന്യാസിനി സമൂഹം. ഞങ്ങളുടെ സഹസ്ഥാപകയായ
പ്രഥമാംഗവും കൂടിയായ ശാന്താളമ്മ. കുട്ടിക്കാലം മുതലെയുള്ള എൻ്റെ ആഗ്രഹമാണച്ചോ മഠത്തിൽ ചേരണമെന്ന്. കർത്താവിൻ്റെ മണവാട്ടിയാകാൻ കഴിയുന്നത് ഒരു പുണ്യമാണ്. ദൈവാനുഗ്രഹമുള്ളവർക്കേ അതിന് കഴിയൂ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു വച്ചോ. പരിശുദ്ധ മാതാവ് എന്നെ കൈപിടിച്ച് ഒരു പുരോഹിതനെ ഏൽപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങാണ് ആ പുരോഹിതനെന്ന്. കർത്താവിൻ്റെ മണവാട്ടിയാകുവാനുള്ള എൻ്റെ ആഗ്രഹം അങ്ങ് വഴി സാധിച്ചു തരണമേ. ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ. ഒരു ഫ്രാൻസിസ് സാലസിൻ്റെ അടുത്ത് ഷന്താൾ ചെന്നതുപോലെയും ഒരു ഫ്രാൻസിസ് അസിസിയുടെ അടുത്ത് ക്ലാര ചെന്നതുപോലെയുമാണ് നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഈ നിയോഗങ്ങളും ഉദ്ദേശ്യങ്ങളും സാധ്യമാക്കുവാൻ സർവശക്തനായ ദൈവത്തിനും അവിടുത്തെ പരിശുദ്ധ ജനനിക്കും മാത്രമേ കഴിവുള്ളൂ. അവിടുത്തെ സ്തുതിക്കുക. എൻ്റെ ആശീർവാദ അനുഗ്രഹങ്ങൾ. അങ്ങാണ് ഇവളെ എൻ്റെ അടുക്കൽ എത്തിച്ചിരിക്കുന്നത്. എൻ്റെ ആഗ്രഹങ്ങളിൽ ഒന്നായ ആരാധനാ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ ഈ സഹോദരിക്ക് ഇടവരുത്തണമേ. അമ്മ എന്നോട് ക്ഷമിക്കണം. എൻ്റെ മനസ്സിൽ കർത്താവിൻ്റെ പാതയല്ലാതെ മറ്റൊരു വഴിയും തെളിഞ്ഞു വരുന്നില്ല. അമ്മേ, ഞാനും ഉണ്ട്. മോള് പോയി 2 പ്ലാവില എടുത്തുകൊണ്ട് വാ. അമ്മ മോൾക്ക് പമ്പര ഉണ്ടാക്കി തരാം. എത്രയും പെരിയ ബഹുമാനപ്പെട്ട പിതാവേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സന്നിധാനത്തിങ്കിൽ വന്ന് മഠത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഏതു സഭ വേണമെന്നുള്ളത് ഒന്നുകൂടി ആലോചിച്ച് തീർച്ചയാക്കി വിവരം ബോധിപ്പിക്കാമെന്ന് പറഞ്ഞാണല്ലോ പോന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥയും മറ്റും ഓർത്തിട്ട് വിശുദ്ധ കുർബാനയുടെ ആരാധന സഭ തന്നെ വേണമെന്നാണ് എൻ്റെ പൂർണ്ണമായ ആഗ്രഹം. ലോകരക്ഷകനായി ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനൊരു കാലിത്തൊഴുത്തലാണ് പിറന്നത്. സഭാ കുടുംബത്തിൻ്റെ പിള്ളത്തൊട്ടിലും കാലിത്തൊഴുത്താകാമെന്നതായിരിക്കാം ദൈവഹിതം. അവിടുത്തെ സഹനത്തിൻ്റെയും സേവനത്തിൻ്റെയും പാത പിന്തുടർന്ന് വളർന്നു വരുവാനും അതുവഴി ദൈവസ്നേഹത്തിലും അവിടുത്തെ അനുഗ്രഹങ്ങൾക്കും പാത്രീഭൂതരാകുവാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. നൂറ് നീറുന്ന ജീവൽ പ്രശ്നങ്ങളുടെയും സങ്കടങ്ങളുടെയും നടുവിലും എല്ലാ ദിവസവും വെളുപ്പിനും കൃത്യം 3 മണിക്ക് തന്നെ ചാപ്പലിലെത്തി സക്രാരിയെ കെട്ടിപ്പിടിച്ച് ആരാധിച്ച് ദിവ്യകാരുണ്യനാഥനെ മഹത്വപ്പെടുത്തിയിരുന്ന കാഴ്ച
സഭാംഗങ്ങളായ ഞങ്ങളുടെ മനസ്സിൽ എന്നും പച്ചകെടാതെ നിൽക്കുകയാണ്. അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ദിവസത്തിൻ്റെ 24 മണിക്കൂറും രാത്രിയും പകലും ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ആരാധനാ സഭാമക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണർന്നിരിപ്പുണ്ടാവും. വിവിധ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരുണ്യ സന്നിധിയിൽ നേർച്ച ആരാധനയുമായി എത്തുന്ന നൂറുകണക്കിന് ആളുകൾ ദിവികാരുണ്യ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് പോകുന്നത് പലപ്പോഴും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പേര് റോസ്ലി വർഗീസ്. ഞാൻ കാരൂന്ന് സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ്. എൻ്റെ ജീവിതത്തിൽ ദിവ്യകാരുണ്യ ഈശോ ഇടപെട്ട ഒട്ടനവധി സംഭവങ്ങളുണ്ട്. എങ്കിലും ഒരു പ്രത്യേകമായൊരു കാര്യം ഞാനിവിടെ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ മകളുടെ വിവാഹം ഒരു വർഷമായി തീരുമാനിച്ചുറപ്പിച്ചതാണ്. നിങ്ങൾക്കറിയാം, ഒരു വർഷമായി കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും തീരുമാനിച്ച് എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് വേണ്ടെന്ന് വെക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരായി. എങ്കിലും ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഞങ്ങളുടെ നിരന്തര പ്രാർത്ഥനകളും വേദനകളും സമർപ്പിച്ച് ദിവ്യകാരുണ്യം നാഥൻ അത്ഭുതകരമായി ഞങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ് നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ആ വിവാഹം വേണ്ടെന്ന് വെക്കുകയും ഒരു പുതിയ വിവാഹം അതേ മാസം തന്നെ നടത്തുവാനായിട്ട് ദിവ്യകാരുണ്യ നാഥൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ ഒരു വലിയ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നതിന് ഞങ്ങൾ ഈശോയെ എന്നും കടപ്പെട്ടവരാണ്. അതിന് ഞങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ ഓരോ നിർദ്ദേശങ്ങൾ തന്ന് ഞങ്ങളെ സഹായിക്കുവാനും ദിവ്യകാരുണ്യ മിഷണറി സഭയിലെ വൈദികരും ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും ദിവ്യകാരുണ്യ ആരാധന മഠത്തിലെ സിസ്റ്റേഴ്സും ഞങ്ങൾക്ക് ഒത്തിരി സഹായവും ഞങ്ങൾക്ക് തന്നായിരുന്നു. എല്ലാവരോടും ഈ സമയത്തിൽ ഞങ്ങൾ നന്ദിയുള്ളവരാണ്. എൻ്റെ മകൾ അവളുടെ പുതിയ കുടുംബജീവിതം ആരംഭിച്ച് ഒരു കുട്ടിയുമായി സന്തോഷപൂർവ്വം അവർ ജീവിക്കുന്നു. ഈശോയുടെ ഈ അനുഗ്രഹത്തിന് എന്നും ഞങ്ങൾ ഈശോയ്ക്ക് നന്ദിയുള്ളവരാണ്. എൻ്റെ പേര് ജാൻസി. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 24 വർഷമായി. എൻ്റെ ഭർത്താവിൻ്റെ പേര് വിൻസെൻ്റാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനത്തിനും പുകവലിക്കും ഒരു ദുശീലത്തിനടിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നെ മാനസികമായിട്ട് വളരെയധികം തളർത്തി. എങ്കിലും ഞാൻ വിഷമിച്ചെങ്കിലും നിരാശ ഉണ്ടെങ്കിലും ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു. പല ധ്യാന കേന്ദ്രങ്ങളിലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഈ ദുശീലം മാറ്റുന്നതിന് വേണ്ടി ഞാൻ പോവുകയുണ്ടായി. എങ്കിലും കുറച്ച് ദിവസത്തേക്ക് ഒരാഴ്ച അതിൻ്റെ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ കിട്ടാറുള്ളൂ. വീണ്ടും മദ്യത്തിനും വീണ്ടും പുകവലിക്കും ആയിട്ട് പോകാറുണ്ടായിരുന്നു. ഞാൻ വീണ്ടും വളരെ നിരാശ തോന്നി. അങ്ങനെ
പല പല ധ്യാനങ്ങൾ കൂടി നിരാശപ്പെട്ട് പിള്ളേരുടെ പഠനം, അസ്വസ്ഥമായ ഒരു ജീവിത സാഹചര്യം, സാമ്പത്തിക തകർച്ച, ഇതെല്ലാം എന്നെ മാനസികമായിട്ട് വളരെയധികം വിഷമിച്ചു. മദ്യപിച്ച് വരുന്ന കണ്ടീഷൻ വളരെ മോശമാണ്. എൻ്റെ മക്കൾക്ക് പോലും സമാധാനമായിട്ടൊന്ന് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാനോ പഠിക്കാനോ പറ്റാറില്ല. ഞങ്ങളെപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കും. കാരണം ഇതിന് ഒരിക്കലും ഇത് നല്ലൊരു കാര്യമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നാറുണ്ട്. മക്കളുടെ ഭാവി എന്താവുന്നു, ഞാൻ വളരെയധികം മാനസികമായിട്ട് തളർന്നിട്ടുണ്ട്. ആ വിഷമസന്ധിയിൽ ഞാൻ കുറേ നല്ല ഉപദേശങ്ങൾ പറയും, സ്നേഹിച്ചൊക്കെ നോക്കിയെങ്കിലും ഒരു വ്യത്യാസം കണ്ടിട്ടില്ല. പിന്നെ വഴക്കുണ്ടാക്കും. അത് പിള്ളേരെ അസ്വസ്ഥരായിട്ടുണ്ട്. പിള്ളേരെപ്പോഴും വിഷമിച്ച് അങ്ങനെ വേദനിച്ച് ഞങ്ങളോട് പറയാം, അമ്മച്ചി ഞങ്ങൾക്ക് കലഹം കണ്ട് ആണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്ക് അല്ലാതെ ഒരു നിവർത്തിയില്ല. സ്നേഹിച്ചു നോക്കിയിട്ടും മാറ്റുന്നില്ല. പക്ഷേ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. ഞാൻ നിരാശ തോന്നി ഞാൻ സിസ്റ്റേഴ്സിനോട്, അച്ഛന്മാരോടൊക്കെ ഇത് പറയുമായിരുന്നു. ഒരു ദിവസം ഇതുപോലെ ഇവിടെ ദിവ്യകാരുണ്യനാഥൻ്റെ ധ്യാനിക്കാൻ വന്നപ്പോൾ സിസ്റ്ററോട് ഞാൻ എൻ്റെ വിഷമം പറഞ്ഞ് ഞാൻ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും അടുത്ത് തന്നെ ഒരു ധ്യാനത്തിന് പോയി വളരെ വ്യത്യാസം നല്ല തീരുമാനമെടുത്ത് ഇന്നിപ്പോൾ 3-4 വർഷം പിന്നിട്ട് കഴിഞ്ഞു. മദ്യപാനത്തിന് പോകലിൽ നിന്ന് കൂടുതലായിട്ട് വിടുതല കിട്ടിയിട്ട് ഇന്ന് ഞങ്ങളുടെ കുടുംബം വളരെ സന്തോഷത്തോടും സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസമാണെങ്കിലും വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തി. അതിൽ ഞാൻ ദൈവത്തിനോടും ദിവ്യകാരുണ്യനാഥനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എയ്ഡ്സ് ഒരു മാറാരോഗമാണെന്ന് നമുക്കറിയാമല്ലോ. എയ്ഡ്സ് രോഗം പോലും പരിശുദ്ധ കുർബാനയുടെ മുൻപിലുള്ള ആരാധന കൊണ്ട് സുഖപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്കിലിപ്പോൾ കേൾക്കാം. വിൻസെൻഷൻ സഭാംഗമായ ഫാദർ മാത്യു കക്കാട്ടുവള്ളി വിശുദ്ധ കുർബാനയെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനം വായിച്ചത് ഓർമ്മയിലെത്തുന്നു. 24-കാരിയായ ഒരു പെൺകുട്ടി, സുന്ദരിയും സുശീലയുമാണവൾ. പക്ഷേ അവൾക്കൊരു പ്രശ്നമുണ്ട്. ജീവിതത്തിൻ്റെ നല്ല കാലത്ത് വഴിതെറ്റി നടന്നതുകൊണ്ടാവാം അവൾക്ക് എയ്ഡ്സ് രോഗമാണ്. മരിക്കുന്നതിന് മുൻപ് ഒരു മാനസാന്തരം ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹമാണല്ലോ. 3-3.5 വർഷക്കാലം മറ്റാരോടും പറയാതെ രഹസ്യമായി സൂക്ഷിച്ച അവളുടെ രോഗത്തെക്കുറിച്ച് 1-2 അച്ഛന്മാരോട് ധ്യാനത്തിനിടയിൽ അവൾ പറഞ്ഞു. അവളുടെ ശരീരത്തിൽ രോഗത്തിൻ്റെ, മരണത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അവൾ ഒരച്ഛനെ സമീപിച്ച് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോകുന്നു, ഒരു നല്ല മരണത്തിനായി എന്നെ ഒരുക്കണം. എൻ്റെ ഈ എയ്ഡ്സ് രോഗം ഏതായാലും മാറാൻ പോകുന്നില്ല. അച്ഛൻ അവളോട് ചോദിച്ചു, നിനക്ക് കർത്താവായ യേശുവിൽ വിശ്വാസമുണ്ടോ? അവൾ പറഞ്ഞു, വിശ്വാസമുണ്ട്. എടി കൊച്ചേ, കർത്താവായ ഈശോയ്ക്ക്, ദിവ്യകാരുണ്യനാഥന് എയ്ഡ്സ് രോഗമുണ്ടോ? അവൾ പറഞ്ഞു, ഇല്ല. നീ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടോ? അവൾ പറഞ്ഞു, ഉണ്ട്. എങ്കിൽ വിശുദ്ധ കുർബാന നീ സ്വീകരിച്ചു കഴിയുമ്പോൾ ദിവ്യകാരുണ്യനാഥനോട് നീ പ്രാർത്ഥിക്കുക, എൻ്റെ ഈ എയ്ഡ്സ് രോഗം മാറ്റിത്തരുവാൻ. ആ വന്ധ്യവൈദികൻ്റെ ഉപദേശം അഗ്നിയായി അവളിലേക്ക് ഇറങ്ങി. ഒരു സാധാരണ വ്യക്തി കേൾക്കുന്നത് പോലെയല്ല അവളിത് കേട്ടത്. അവൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴൊക്കെ ഹൃദയം തകർന്ന് അവൾ പ്രാർത്ഥിക്കും, ദൈവമേ, നിനക്കസാധ്യമായി ഒന്നുമില്ലല്ലോ. ദിവ്യകാരുണ്യത്തിൻ്റെ നാഥ, എൻ്റെ ഈ രോഗത്തെ നീ സുഖപ്പെടുത്തണമേ. പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മണിക്കൂറുകളിരുന്ന് അവൾ ആരാധിക്കും, ദൈവമേ, നിനക്കസാധ്യമായി യാതൊന്നുമില്ലല്ലോ. 3 മാസങ്ങൾക്ക് ശേഷം അവളുടെ പതിവ് ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി അവൾ ഡൽഹിയിലുള്ള ഒരു ലബോറട്ടറിയിൽ എത്തുകയാണ്. റിസൾട്ട് വന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, HIV നെഗറ്റീവ്, എയ്ഡ്സ് ഇല്ല. അവൾക്ക് സംശയം, അച്ഛന്മാർക്ക് സംശയം, വീട്ടുകാർക്ക് സംശയം. അവസാനം ധ്യാനകേന്ദ്രത്തിലെ ഏതാനും പ്രേക്ഷിതർ അവളെ ബോംബെയിലുള്ള 3 ലബോറട്ടറികളിൽ തുടരെ പരിശോധിച്ചു. എല്ലായിടത്തു നിന്നും ഒരേ റിസൾട്ട്, HIV നെഗറ്റീവ്, എയ്ഡ്സ് ഇല്ല. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഡോക്ടർക്കറിയുമോ ദിവസവും രാവിലെ മുതൽ
വൈകുന്നേരം വരെ ലബോറട്ടറിയിൽ കുത്തിയിരുന്ന് പരീക്ഷണങ്ങൾ നടത്തുന്ന ശാസ്ത്രജ്ഞൻ അറിയുമോ വിശുദ്ധ സഖ്രാരിയിൽ എയ്ഡ്സിനുള്ള മരുന്നുണ്ടെന്ന്? ഉത്തരം ഒന്നേയുള്ളൂ. ദിവികാരുണ്യനാഥൻ എന്നോടും നിങ്ങളോടും പറയുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹം തന്നെയായ ദിവികാരുണ്യ ഈശോയെ, വലിയ പ്രത്യാശയോടും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ സമയം ഞങ്ങൾ അങ്ങേ തിരുസാന്നിധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകമാമിധം സുബിട്രീസ സെബാസ്റ്റ്യനെ പ്രത്യേകം അങ്ങേ ദിവികാരുണ്യ ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഒന്നുചേർന്ന് സമർപ്പിക്കുമ്പോൾ ക്യാൻസർ രോഗത്താൽ ഏറെ ക്ലേശിതയായ മകളുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ കരം നീട്ടണമേ. വലിയ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ അങ്ങേ ദിവികാരുണ്യ ഹൃദയ കവാടത്തിൽ ഞങ്ങൾ മുട്ടിവിളിക്കുന്നു. ഈ മകളെ എത്രയും വേഗം സൗഖ്യപ്പെടുത്തണമേ. ആ മകളുടെ എല്ലാ രോഗാവസ്ഥകളിലേക്കും അങ്ങ് കടന്നു വരണമേ. എയ്ഡ്സ് രോഗികളെ സുഖപ്പെടുത്തിയ അങ്ങ് കനിവോടെ ഈ മകളുടെ മേൽ അങ്ങയുടെ ദയയുള്ള കണ്ണുകൾ തുറക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരസ്പർശനത്താൽ ഈ മകളെ എത്രയും വേഗം സൗഖ്യപ്പെടുത്തണമേ. ഈ മകളുടെ കുടുംബത്തിലെ എല്ലാവരെയും അങ്ങേ ദിവികാരുണ്യ ഹൃദയത്തിലേക്ക് അർപ്പിക്കുന്നു. അവരിലേക്കെല്ലാം അങ്ങയുടെ കൃപയും കാരുണ്യവും വർഷിക്കണമേ. ഇവരെയെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ ദിവികാരുണ്യ ഹൃദയത്തിന് സ്തുതി. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിച്ച് ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാൻ, ലോകത്തിൻ്റെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മാറി ഏകാന്തതയിൽ ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ പ്രാർത്ഥനയിൽ ചെലവഴിച്ച് ലോകത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി തീഷ്ണമായി ആഗ്രഹിച്ച് കുറച്ചു കാലം ഈ ഏകാന്തതയിലായിരിക്കുവാൻ ആഗ്രഹിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് പുറമെ രാപകലില്ലാതെ ആരാധനാസ്തുതി സ്തോത്രങ്ങൾ ഉയരുന്ന ഈ ദേവാലയത്തിൽ ലോകത്തിനും ലോകജനതയ്ക്കും വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ദിവികാരുണ്യനാഥനെ ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ, അങ്ങനെ ലോകപാപങ്ങൾക്ക് പരിഹാരമായി നിലകൊള്ളുവാൻ ഞങ്ങളുടെ വിവിധ പ്രോവിൻസുകളിൽ നിന്നും ഒന്നു ചേർന്ന് 4 മാസക്കാലം ചെലവഴിക്കുന്ന ഒരു പ്രത്യേക സംരംഭമാണ് പ്രാർത്ഥനാ ഭവൻ അല്ലെങ്കിൽ ക്ലോയിസ്റ്റർ. ആരാധന, 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 ആരാധന. നന്ദി ദൈവമേ, തോളം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവമേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന 5000-ഓളം വരുന്ന സഭാസ് മക്കൾക്ക് ഊർജവും ശക്തിയും പകർന്നു കൊടുക്കുന്നതോടൊപ്പം വിവിധങ്ങളായ ആവശ്യങ്ങളുമായി, വിവിധങ്ങളായ നിയോഗങ്ങളുമായി ഞങ്ങളുടെ അടുത്ത് വരുന്ന ഒത്തിരിയേറെ പേർക്ക്
പ്രാർത്ഥനയിലൂടെ ആശ്വാസവും സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കുവാൻ വേണ്ടി രാപകൽ ആരാധനയിലൂടെയും ധ്യാനത്തിലൂടെയും മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും ഈ സഹോദരങ്ങൾ ഒത്തിരിയേറെ പേർക്ക് സഹായവും സന്തോഷവും പകർന്നു നൽകുന്നു എന്നുള്ളത് ഏറെ അഭിമാനാർഹമാണ്. ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിന് സ്തുതി. എൻ്റെ പേര് സിസ്റ്റർ റിനോൾ. വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിലെ പാലാ പ്രൊവിൻസിലെ അംഗമാണ്. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ ഒരു സിസ്റ്റർ ആകണമെന്ന ആഗ്രഹം നല്ല ഈശോ എനിക്ക് നൽകിയിരുന്നു. വീട്ടിലാണെങ്കിലും അതിനു പറ്റിയൊരു സാഹചര്യത്തിൽ വളർന്നു വന്നേ. കുടുംബ പ്രാർത്ഥനയൊക്കെ നല്ല ഭക്തിപൂർവ്വം ചെല്ലുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. പിന്നെ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിരുന്നു. അങ്ങനെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ ആഗ്രഹം ഞാൻ വീട്ടിൽ പറയുകയും അപ്പോൾ വീട്ടിൽ നിന്നും എതിർപ്പൊന്നും പറഞ്ഞില്ലെങ്കിലും എല്ലാം പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അതനുസരിച്ച് പിന്നീട് നേഴ്സിംഗ് പഠിക്കുവാൻ പോയി. നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ എല്ലാ വർഷവും ധ്യാനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു ധ്യാനത്തിൽ വെച്ച് വിശുദ്ധ കുർബാനയുടെ ഒരു ക്ലാസ് കിട്ടി. വിശുദ്ധ കുർബാനയുടെ ക്ലാസ്സിൽ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സജീവ സാന്നിധ്യത്തെക്കുറിച്ചും ആ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ആ ധ്യാനം തന്നെ ഒരു അനുഭവമായിരുന്നു. വിശുദ്ധ കുർബാന ജീവിത ബന്ധിയാണ്. വിശുദ്ധ കുർബാന ഇല്ലാതെ ഒരു ജീവിതം നമുക്ക് സാധിക്കില്ല എന്നൊരവസ്ഥയിലേക്ക് ഞാൻ വന്നു. അതിനുശേഷം നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ഉടനെ ഒന്നും കൂടെ മഠത്തിൽ ചേരാനുള്ള ആഗ്രഹം വീട്ടിൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, പഠിച്ചിറങ്ങിയ വടെ ആരും പോകില്ല മഠത്തിൽ, കുറച്ചുനാൾ ജോലി ചെയ്തിട്ട് പോകാം എന്ന് പറഞ്ഞതുകൊണ്ട് അവർ എന്നെ ഡൽഹിക്ക് വിട്ടു. അങ്ങനെ ജോലി ചെയ്യുവാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോയി. ഡൽഹിയിൽ ചെന്നപ്പോൾ അവിടെ അടുത്ത് പള്ളിയിൽ പോകാനുള്ള സാഹചര്യം ഒന്നുമില്ലായിരുന്നു. അതെനിക്ക് വളരെയധികം വിഷമമായിരുന്നു. ഞായറാഴ്ച പോലും വിശുദ്ധ കുർബാന സമ്മതിക്കാതിരിക്കുക എന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 2 വർഷം അവിടെ ജോലി ചെയ്തെങ്കിലും പിന്നെ റിസൈൻ ചെയ്ത് നാട്ടിൽ തിരിച്ചു വന്നു. നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ, എല്ലാവരും പുറത്തോട്ട് പോകാനൊക്കെയല്ലേ നോക്കുന്നത്, നീ എന്നാൽ ഇവിടെ നിന്ന് പുറത്തോട്ട് പോകാനുള്ള എന്തെങ്കിലും പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അനുസരണം വീട്ടുകാർ പറയുന്നത് കേൾക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് IELTS പഠിച്ചു. ഒത്തിരി പ്രാർത്ഥിച്ചൊക്കെയാണ് പഠിച്ചത്. ദൈവകൃപയാൽ IELTS പാസ്സായി. അപ്പം വീട്ടിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ CGFNS-ഉം 6നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഈശോയിൽ ആശ്രയിച്ച് ഞാൻ അതും പഠിച്ചു. അതും പാസ്സായി കഴിഞ്ഞപ്പം എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. ഇതെല്ലാം പാസ്സായി, ഇനിയിപ്പം മഠത്തിൽ പോകാൻ ദൈവവിളി ഇല്ലാഞ്ഞിട്ടാണോ, ഈശോയ്ക്ക് എന്നെക്കുറിച്ചുള്ള ലക്ഷ്യം വേറെയാണോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ പലരെ കൗൺസിലേഴ്സിനെയൊക്കെ പോയി കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് തന്നെ എടുക്കേണ്ട തീരുമാനമാണ്, പ്രാർത്ഥിച്ചോ, ദൈവവിളി ഉണ്ടെങ്കിൽ ഏതായാലും മഠത്തിൽ തന്നെ ചേരുമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ധ്യാനങ്ങളിലൊക്കെ സംബന്ധിച്ച് ചെത്തിമറ്റത്ത് വിശുദ്ധ കുർബാനയുടെ ഞങ്ങളുടെ സന്യാസി സമൂഹത്തിൻ്റെ തന്നെ ഒരു ധ്യാനകേന്ദ്രമുണ്ട്. അവിടെ സംബന്ധിച്ചപ്പോൾ ആ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് എനിക്ക് വളരെയധികം ആകർഷണം തോന്നി. അപ്പോൾ അതുവരെയും വേറൊരു മഠത്തിൽ ചേരാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്, വേറൊരു കോൺഗ്രിഗേഷനിൽ. ആ ആരാധനയെ സംബന്ധിച്ചതോടെ ഈ വിശുദ്ധ കുർബാനയുടെ ആരാധന സന്യാസിനി സമൂഹത്തിൽ തന്നെ ചേർന്നാൽ മതിയെന്ന് തീരുമാനിക്കുകയും അവിടുത്തെ പ്രൊവിൻഷ്യാളമ്മയെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് അമേരിക്കയ്ക്ക് പോകാനുള്ള വിസ സ്ക്രീൻ വരെ അപ്രൂവായി കിട്ടിയായിരുന്നു. അപ്പോൾ വീണ്ടും കൺഫ്യൂഷനായിട്ട് വീണ്ടും പലരെയും പോയി കണ്ട് അവർ വീട്ടിൽ നിന്ന് പറഞ്ഞ്, നീ ഇങ്ങനെയൊക്കെ പോയിട്ട് ചിലപ്പം ദൈവവിളി ഇല്ലെങ്കിൽ തിരിച്ചു വരേണ്ട വരും, അത് ഭയങ്കര നാണക്കേടാണ്, പോകാതിരിക്കുമായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഏതായാലും പ്രാർത്ഥിച്ചൊരുങ്ങി മഠത്തിൽ തന്നെ വന്ന് ചേർന്നു. മഠത്തിൽ ചേരുന്നതിന് മുമ്പ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം
അന്നേരം +2 കഴിഞ്ഞ പിള്ളേരും എനിക്കാണ് അവരെക്കാൾ 10 വയസ്സ് ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അവരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു വലിയ ഒരു സംശയത്തോടെയാണ് ഞാൻ വന്നത്. എങ്കിലും പ്രൊവിഷ്യാളമ്മയും പറഞ്ഞായിരുന്നു 1 മാസം നിന്ന് നോക്ക്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി. എനിക്ക് വന്ന അന്ന് തൊട്ട് ഇന്ന് വരെ ആ ഏജ് ഡിഫറൻസിൻ്റേതായ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. കാരണം ഈശോയുടെ സ്നേഹം എപ്പോഴും നമ്മളെ വലയം ചെയ്ത് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ബുദ്ധിമുട്ടാകുകയില്ല എന്ന ഒരു കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട തൊറ, നിവീം, കെത്തിവീം എന്ന് പറയപ്പെടുന്ന ഈ 3 ഭാഗങ്ങളിലും ഉൾപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം അവർ വിശ്വസിക്കുന്നത് അവ എഴുതപ്പെട്ടിരിക്കുന്നത് നിർബന്ധമായിട്ടും എബ്രായ ഭാഷയിലായിരിക്കണം. അവ എഴുതപ്പെട്ടത് പാലസ്തീനയിലായിരിക്കണം. പാലസ്തീനായ്ക്ക് പുറത്ത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളെ അവർ അവരുടെ ക്യാനനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മൂന്നാമത്, ഈ ഗ്രന്ഥങ്ങൾ എസ്രാ, നെഹമ്യ പ്രവാചകന്മാരുടെ കാലത്തിന് മുൻപ് എഴുതപ്പെട്ടിരിക്കുന്നു. തൊറ, നിവീം, കെത്തിവീം എന്നുള്ള 3 വിഭജനങ്ങളിലാണ് പഴയ നിയമത്തിലെ പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പിന്നെ ദിവ്യകാരുണ്യ മുമ്പിൽ നിശബ്ദമായിട്ട് ആരാധിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. രാത്രിയിൽ അങ്ങനെ ആരാധിക്കാനുള്ള സാഹചര്യം കിട്ടാറുണ്ട്. കാരണം നിശബ്ദതയിലാണ് ഈശോ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നതെന്ന് പല പുസ്തകങ്ങളിൽ ധ്യാനങ്ങളിലൂടെയൊക്കെ ബോധ്യമായിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലും ബൈബിൾ വായിച്ച് നിശബ്ദമായിട്ട് ധ്യാനിക്കുമ്പോൾ, ദിവ്യകാരുണ്യ ഈശോയെ നോക്കിയിരിക്കുമ്പോൾ ഈശോ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ, പല നിഗൂഢ രഹസ്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരും. ചിലപ്പോൾ ധ്യാനക്കുറിപ്പുകൾ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എഴുതി സൂക്ഷിച്ച് പിന്നീട് നമ്മൾ വളരെ വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതൊന്ന് വായിക്കുകയൊക്കെ ആണെങ്കിൽ വീണ്ടും നമ്മൾ ശക്തി പ്രാപിക്കുകയും ഈശോയുടെ ആ സ്നേഹമൊക്കെ കൂടുതൽ അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. മഠത്തിൽ ചേരുമ്പോൾ എനിക്ക് ഒരു വലിയ കഴിവൊന്നും ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ മഠത്തിൽ ചേർന്നതിന് ശേഷം ഈശോയുടെ മണവാട്ടിയായി കഴിഞ്ഞെങ്കിൽ നമ്മളല്ല, ഈശോയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മുടെ ഡയറക്ടർമാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വളരെ കറക്റ്റാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നേഴ്സിംഗ് ജോലി അല്ലാതെ പ്രത്യേകിച്ച് ജോലികളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. മഠത്തിലൊന്ന് വാസ് വെക്കാനും പിന്നെ അത്യാവശ്യം വന്നാൽ പാട്ട് പാടാനും പ്രസംഗം പറയുവാനും ഒക്കെ നമുക്കിവിടെ സാഹചര്യമുണ്ട്. എങ്കിലും വളരെ പേടിച്ചാണ് ഇതൊക്കെ ചെയ്തതെങ്കിലും എപ്പോഴും ഓരോ ആരാധനയൊക്കെ ലീഡ് ചെയ്ത് കഴിയുമ്പോഴും പലരും പറയും ഒത്തിരി നന്നായിരുന്നു. അപ്പോഴേ എനിക്കറിയാം ഈശോ സഹായിക്കുന്നതുകൊണ്ടല്ലാതെ നമ്മുടെ ആരുടെയും ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണെന്ന് പറഞ്ഞാൽ, അല്ലെ എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഉള്ള അനുഭവം ഈ ദിവ്യകാരുണ്യ ഈശോയുടെ സ്നേഹത്തിലൂടെ, അനുഭവത്തിലൂടെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും ധാരാളം മക്കൾ ഈ ഈശോയെ അറിയണമെന്നും, കാരണം ഈശോയുടെ അടുത്ത് ചെല്ലാതെ നമുക്ക് ഈശോയെ അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുവാനില്ല, പ്രസംഗിക്കുവാൻ ആളില്ലാതെ നമ്മളെങ്ങനെ കേൾക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനുഭവിച്ചവരൊക്കെ ഇങ്ങനെ ഈശോയെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ച് ഈശോയെ അറിയുന്നവരും അറിയിക്കുന്നവരുമായി തീരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദിവ്യകാരുണ്യ ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. എനിക്കുള്ള ഒരു ദുഃഖമെന്ന് പറഞ്ഞാൽ ഇന്ന് അനേകം മക്കൾ ഈശോയെ അറിയുന്നില്ല, മറ്റ് പല കാര്യങ്ങളിലേക്കും അവർക്ക് താല്പര്യമായിട്ട് അവരങ്ങനെ പോവുകയാണ്. അതല്ല, ഈശോയുടെ മുമ്പിൽ വന്നിരുന്ന് ഈശോയെ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായെന്നാണ് പറയുന്നത്. ഈശോയുടെ മുമ്പിൽ നമ്മളൊന്ന് വന്നിരുന്നാൽ മതി, നമ്മുടെ കാര്യങ്ങളൊക്കെ ഈശോയ്ക്ക് അറിയാം, നമ്മളൊന്നും പറയേണ്ട കാര്യം പോലുമില്ല. അത് നമ്മുടെ നന്മയ്ക്കായിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ഈ ലോകത്തിൽ വേറെ ആർക്കും സാധിക്കില്ല, ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈശോയുടെ മുമ്പിൽ സമ്പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. ഈശോയെ നീ എൻ്റെ ജീവിതം ഏറ്റെടുക്കണമേ, നീ എന്നെ നയിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ഏറ്റെടുക്കും, നമ്മളെ നയിക്കും. അതുകൊണ്ട് നിങ്ങളെയൊക്കെ ക്ഷണിക്കുകയാണ് ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയാൻ ദിവ്യകാരുണ്യ ആരാധനയിലേക്കും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലേക്കും. വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ആരാധന, അതിനുശേഷമാണ് ദിവ്യകാരുണ്യ ആരാധനയുടെ നമ്മൾ വളരേണ്ടത്. നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ സവിധത്തിലേക്ക് നമ്മുടെ ഹൃദയം ഉയർത്താം, കണ്ണുകൾ ഉയർത്താം. കാരുണ്യവാനായ നല്ല പിതാവേ, അവിടുത്തെ തിരുപുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തക്കവിധം അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു. ഈശോയെ ദിവ്യകാരുണ്യനാഥ, അവിടുത്തെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും അവിടുത്തെ രക്തം ഞങ്ങൾക്ക് പാനീയമായും നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു. പരിശുദ്ധാരൂപിയെ വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്നും ഞങ്ങളോടുകൂടി ആയിരിക്കുവാൻ ആത്മാവിനെ നൽകിക്കൊണ്ട് അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു. കാലത്തിൻ്റെ അവസാനം വരെ ഇതാ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് അവിടുന്ന് ഞങ്ങളോടുകൂടി ആയിരിക്കുന്നു. ഈശോയെ, അവിടുത്തെ ഈ സ്നേഹത്തിൻ്റെ പാഠം
ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അമ്മേ, അമലോത്ഭവയായ മാതാവേ, അമ്മയുടെ കാപ്പയുടെ കീഴിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മ ഏറ്റെടുക്കണമേ. ഈ നിമിഷം ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന സകല ദിവ്യബലികളുടെയും യോഗ്യതകളോട് ചേർത്ത് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങളുടെ എല്ലാ യാചനകളെയും പ്രാർത്ഥനകളെയും ഈശോയെ അവിടുത്തെ ആരാധ്യമായ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ ഈ സമയം സമർപ്പിക്കുന്നു. നമുക്ക് ഈ സമയം ഒരു നിമിഷം നമ്മുടെ മനസ്സും ഹൃദയവും കരങ്ങളും എല്ലാം ഉയർത്തി ഒരിക്കൽ കൂടി സ്വർഗത്തിലെ മാലാഖമാരോട് ചേർന്ന് മുഴുവൻ ഹൃദയത്തോടെ മുഴുവൻ മനസ്സോടെ ദിവികാരുണ്യനാഥനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിന് സ്തുതി. ഞാൻ സിസ്റ്റർ ഗ്ലോറി, പാലാ രൂപതയിലാണ് എൻ്റെ വീട്. ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ പാലാ പ്രൊവിൻസിൽ ഈ വർഷം പ്രഥമ വ്രതവാഗ്ദാനം ചെയ്ത വ്യക്തിയാണ്. എൻ്റെ ഡിഗ്രി പഠന കാലഘട്ടത്തിലാണ് എനിക്ക് ദൈവവിളിയെക്കുറിച്ചുള്ള ഒരു ചിന്ത മനസ്സിൽ രൂപം കൊണ്ടത്. എങ്കിലും പിന്നീട് പഠനത്തിൻ്റെ തിരക്കിലും മറ്റുമായി അത് ഞാൻ വളരെ ഗൗരവമായിട്ടൊന്നും എടുത്തിരുന്നില്ല. പിന്നീട് PGക്കും B.Edനും ശേഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതാന്തസ്സിനെക്കുറിച്ച് ഞാൻ കൂടുതലായി ചിന്തിച്ചു തുടങ്ങുന്നത്. 4 വർഷം മുൻപ് വരെ പുതുപ്പള്ളി ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 സൈക്കോളജി അധ്യാപികയായി ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ വെച്ചാണ് എൻ്റെ സമർപ്പിത ജീവിതത്തിലേക്കുള്ള എൻ്റെ വിളി തിരിച്ചറിയുന്നത്. അപ്പോഴേക്കും വീട്ടിൽ നിന്നും വിവാഹാലോചനകളും മറ്റും തുടങ്ങിയിരുന്നു. അതിലേക്കല്ല എൻ്റെ വിളിയെന്ന് അപ്പോഴെനിക്ക് ബോധ്യം വന്നു. പിന്നീട് ധ്യാനമൊക്കെ കൂടി തീരുമാനിക്കുകയായിരുന്നു. സമർപ്പിത ജീവിതത്തിലേക്കാണ് എൻ്റെ വിളിയെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അതുവരെയുള്ള എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഈശോ ഒരു വലിയ സത്യം എന്നെ പഠിപ്പിച്ചിരുന്നു. ഈ ലോകത്തിൽ മറ്റൊന്നിനും മറ്റാർക്കും നൽകുവാൻ കഴിയാത്ത ശാശ്വതമായ സ്നേഹം നൽകാൻ സാധിക്കുന്നത് ഈശോയ്ക്ക് മാത്രമാണെന്ന വലിയ സത്യം. ഏത് കോൺഗ്രിഗേഷനിൽ ചേരണമെന്നുള്ളത് എൻ്റെ മുൻപിൽ അന്ന് അതൊരു വലിയ ചോദ്യമായിരുന്നു. സ്നേഹത്തിൻ്റെ കൂദാശയാണ് വിശുദ്ധ കുർബാന. ഇറ്റ് ഈസ് എ സാക്രമെൻ്റ് ഓഫ് ലവ്. അപ്പം ഈശോയുടെ നമ്മുടെ തിരുസഭയിൽ ഇന്നും ഈശോയുടെ ജീവിക്കുന്ന സാന്നിധ്യം നാം അറിയുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. ഇങ്ങനെയുള്ള നല്ല ബോധ്യങ്ങൾ അന്ന് എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ സഭാ പണ്ഡിതന്മാരും വിശുദ്ധരുമൊക്കെ വിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. വിശുദ്ധ ഡോൺ ബോസ്കോ ഇപ്രകാരം പറയുന്നു: ലീവ് എവറിത്തിങ് ടു ദ ബ്ലെസ്ഡ് സാക്രമെൻറ്റ് ആൻഡ് ഹോളി മേരി, ദെൻ യു ക്യാൻ റിയലൈസ് വാട്ട് മിറക്കിൾസ് ആർ. അപ്പം വിശുദ്ധ കുർബാനയോടുള്ള ഭക്തരായിരുന്നു വിശുദ്ധരായ എല്ലാവരും. വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിലേക്ക് എൻ്റെ വഴി തെളിക്കുവാൻ അതെല്ലാം ഒരു നിമിത്തമായി. വളരെയേറെ പ്രാർത്ഥനയും വിചിന്തനവും ധ്യാനവും എല്ലാം നടത്തി സമർപ്പിത ജീവിതത്തിലേക്കുള്ളതാണ് എൻ്റെ വിളി എന്ന് തിരിച്ചറിഞ്ഞ് ആ 1 വർഷത്തിന് ശേഷം ജോലി റിസൈൻ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അതുപോലെ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അതൊരു വലിയ വിഷമത്തിന് കാരണമായി. ആരും അത്ര സമ്മതിക്കുന്നൊന്നുമില്ലായിരുന്നു. എങ്കിലും പിന്നീട് ഞാൻ ഉറച്ചൊരു ഡിസിഷൻ എടുത്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കുമൊക്കെ അത് സന്തോഷമായിരുന്നു. അങ്ങനെ അവരുടെ പ്രോത്സാഹനത്തോടും അവരുടെ സപ്പോർട്ടോടും കൂടി ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹത്തിൽ പ്രവേശിക്കുവാൻ എനിക്ക് സാധിച്ചു. വിശുദ്ധ കുർബാനയുടെ ഉപാസകനായ ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിനാൽ സ്ഥാപിതമായ ഈ ആരാധനാ സന്യാസിനി സമൂഹത്തിലേക്ക് വിശുദ്ധ കുർബാനയിലെ ഈശോയെ നിരന്തരം ആരാധിച്ച് സ്തുതിക്കുന്ന മാലാഖമാരെ പോലെ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുത്ത ആ പിതാവിൻ്റെ അടുത്തേക്ക് കടന്നു വരുവാൻ എനിക്ക് സാധിച്ചു. അതിൽ ഇന്ന് ഞാൻ ഏറെ സന്തോഷിക്കുന്നു, അഭിമാനം കൊള്ളുന്നു. സക്രാരിയിൽ രാപ്പകൽ വസിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയാണ് എൻ്റെ ശക്തി എന്ന് ഞങ്ങളുടെ സഹസ്ഥാപകയായ ശന്താളമ്മയും പഠിപ്പിക്കുമ്പോൾ
പിതാവിൻ്റെയും ശന്താളമ്മയുടെയും ജീവിത മാതൃക അത് ഇന്ന് ഒരു ആരാധന സന്യാസിനിയായി ഉത്തമ ജീവിത സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. ദിവ്യകാരുണ്യം കുടികൊള്ളുന്ന ഞങ്ങളുടെ ഭവനങ്ങളിൽ വസിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമായി ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈശോയെ, അങ്ങ് സൃഷ്ടിച്ച ഈ പുഷ്പം എത്രയോ മനോഹരമാണ്. ഈ പുഷ്പത്തെ പോലെ അങ്ങയെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഈ വെള്ള പുഷ്പങ്ങൾ വിശുദ്ധിയുടെ നൈർമല്യം പലർത്തുന്നത് പോലെ ജീവിതത്തിലുടനീളം വിശുദ്ധി പകർത്തുവാൻ, വിശുദ്ധരെ അനുകരിക്കുവാനുള്ള കൃപ നൽകി എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഓരോ പുഷ്പവും ഓരോ നിമിഷവും അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ, മറ്റുള്ളവർക്ക് സുഗന്ധം പരത്തുന്നത് പോലെ ആയിത്തീരുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഓരോ നിമിഷവും അനുഗ്രഹിക്കണമേ. ഈ ഓരോ പുഷ്പവും അങ്ങയുടെ ആൾത്താരെ അലങ്കരിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിലൂടെയെല്ലാം അങ്ങ് മഹത്വപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ അനേകം മക്കൾ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അവിടുന്ന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്ഥാപക പിതാവിലൂടെ, ശന്താളമ്മയിലൂടെ പകർന്നു നൽകിയ ജീവിത വിശുദ്ധി, അവർ അഭ്യസിച്ചിട്ടുള്ള ഓരോ മാതൃകകളും ഓരോ പുഷ്പവും അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ, സൂര്യകാന്തി പുഷ്പം സൂര്യനെ നോക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതവും വിശുദ്ധ സക്രാരിയിലൂടെ അങ്ങയെ നോക്കി ലോക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സൃഷ്ടി ഈ പ്രപഞ്ചത്തിലുടനീളം ഞങ്ങൾ കാണുമ്പോൾ ഈശോയെ, അതിലൂടെ അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുമ്പോൾ അനേകം മക്കൾ അങ്ങയുടെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, എൻ്റെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എളിയ പ്രവൃത്തി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഈ പ്രവൃത്തിയിലൂടെ ആരോരുമില്ലാത്ത ആത്മാക്കൾ ശുദ്ധിയുള്ള സ്ഥലത്തു നിന്നും സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുവാൻ അങ്ങടെ വരുത്തണമേ. ദിവ്യകാരുണ്യ ഈശോയെ, ഈ മുറ്റത്തെ മാലിന്യങ്ങൾ നീങ്ങുന്നതുപോലെ ആത്മാക്കളിലുള്ള മാലിന്യങ്ങൾ അങ്ങ് നീക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് അങ്ങ് ശുദ്ധീകരിക്കണമേ. ലോകത്ത് നടക്കുന്ന എല്ലാ തിന്മകൾക്കും പരിഹാരമായി ഞാൻ എളിയ പ്രവൃത്തിയെ സമർപ്പിക്കുന്നു. ഈശോയെ, അവയെ അങ്ങ് ഏറ്റെടുക്കണമേ. എൻ്റെ എളിയ പ്രാർത്ഥനയെ അങ്ങ് കേൾക്കണമേ. ഈശോയുടെ ദിവ്യ ഹൃദയത്തിന് സ്തുതി. നമ്മുടെ കൊച്ചു സഹോദരിമാർ പലതരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുകയാണ്. ഈ സമയങ്ങളിലും ദിവ്യകാരുണ്യനാഥനോടൊത്ത് എങ്ങനെയായിരിക്കാമെന്ന് ഞങ്ങൾ അഭ്യസിക്കുന്നുണ്ട്. സദാസമയവും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും എപ്പോഴും ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുക എന്നുള്ളതാണ് സ്ഥാപക പിതാവ് ഞങ്ങളെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. സൂര്യകാന്തി പുഷ്പം സൂര്യനെ നോക്കി നിൽക്കുന്നത് പോലെ എപ്പോഴും നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് ഉയരണം. ഓരോ ജോലി ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ഉയർത്തുക എന്നുള്ളതാണ് സ്ഥാപക പിതാവ് നമ്മെ അഭ്യസിപ്പിച്ചിരിക്കുന്നത്. ചാപ്പലിൻ്റെ അല്ലെങ്കിൽ കപ്പേളിയുടെ വാതിലുകൾ തുറക്കുമ്പോൾ സ്വർഗ കവാടം ഞങ്ങൾക്കായി തുറക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്നു.
അതുപോലെ തന്നെ വാതിൽ അടയ്ക്കുമ്പോൾ നരക കവാടം ഞങ്ങൾക്കായി അടയ്ക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയോടെ, ചിന്തയോടെ ആ ജോലികൾ ചെയ്യുന്നു. എൻ്റെ ഈശോയെ, ലോകത്തിന്മകൾക്ക് പരിഹാരമായി ഞാൻ ഈ ജോലി അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ഈശോയെ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. ഈശോയെ, അങ്ങയെ സ്നേഹിക്കാൻ എല്ലാ മക്കൾക്കും കൃപ നൽകണമേ. പരിശുദ്ധാത്മാവെ, അങ്ങ് ജലത്തിൻ്റെ പ്രതിരൂപമാണല്ലോ. ഈ ജലത്തിലൂടെ അനേകം പാപികൾ വിശ്വാസം സ്വീകരിക്കുവാനുള്ള കൃപാവരം ഈശോയെ ഓരോ മക്കൾക്കും അങ്ങ് നൽകണമേ. ഇതുപോലെ ഏത് ജോലികൾ ചെയ്യുമ്പോഴും ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കും. പൗരസ്ത്യ ആധ്യാത്മിക പിതാക്കന്മാർ പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സദാസമയവും സർവേശ്വര സന്നിധിയിലായിരിക്കുവാനുള്ള ഒരു മാർഗമാണ് സുഹൃത ജപങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. കർത്താവായ ഈശോയെ, അങ്ങ് ദാനമായി നൽകിയ ഈ ഫലത്തെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് ദാനമായി നൽകിയ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും അങ്ങ് നൽകി അനുഗ്രഹിക്കണമേ. പിതാക്കന്മാർ നമ്മൾ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ജീസസ് പ്രയർ. ലോർഡ് ജീസസ്, സൺ ഓഫ് ലിവിങ് ഗോഡ്, ഹവ് മേഴ്സി ഓൺ മീ, ഐ ആം എ സിന്നർ എന്നുള്ള ആ പ്രാർത്ഥന നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ യാത്രയിലും ജോലി സമയത്തും സദാസമയവും നമുക്ക് ഈശ്വരനോടുകൂടി ആയിരിക്കാം എന്നുള്ള ആ വലിയ സത്യം ഞങ്ങളുടെ സഹോദരങ്ങൾ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ബലിയർപ്പണം നിന്നു പോയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഞങ്ങളുടെ സഭാസ്ഥാപകനായ ധന്യനായ കുര്യാളശ്ശേരി പിതാവിൻ്റെ വാക്കുകളിൽ, ഈ ലോകത്തെ വിശുദ്ധീകരിച്ച് നിർത്തുന്നതും താങ്ങി നിർത്തുന്നതും പരിശുദ്ധ കുർബാനയാണ്. 6 ലക്ഷത്തോളം വരുന്ന പുരോഹിതർ ഒരേ ബലി തന്നെ ദിവസവും തുടരുകയാണ്. ദിവസവും 4.5 ലക്ഷത്തോളം പരിശുദ്ധ കുർബാനയാണ് ഈ ഭൂമുഖത്ത് അർപ്പിക്കപ്പെടുന്നത്. ഈ കുർബാനകളുടെ ശക്തി കാലദേശങ്ങൾക്കപ്പുറം സകലരിലേക്കും സദാസമയം ഒഴുകിയെത്തുന്നു. ജീവിച്ചിരിക്കുന്നവർക്ക് അനുഗ്രഹ സ്രോതസ്സും മരിച്ചുപോയവർക്ക് പാപമോചന മാർഗവുമാണ് പരിശുദ്ധ കുർബാനയെങ്കിൽ, മരണാസന്നരായവർക്ക് അത് രക്ഷയുടെ ഔഷധവും സ്വർഗത്തിലേക്കുള്ള ഒരു പാസ്പോർട്ടുമാണ്. എക്ലേസ്യ ദ യുക്രിസ്തിയ എന്ന ചാക്രിക ലേഖനത്തിൽ വിശുദ്ധ കുർബാനയുടെ മണിക്കൂറിനെ വിശുദ്ധ മണിക്കൂർ, ലോകരക്ഷയുടെ മണിക്കൂർ എന്നൊക്കെയാണ് വിശുദ്ധനായ പരിശുദ്ധ പിതാവ് ജോൺ പോൾ മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നത്. ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണെൻ്റെ ആശ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും സന്യാസ സമൂഹങ്ങളിൽ നിന്നും മരിച്ചുപോയവർക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും മരണാസന്നരായവർക്ക് വേണ്ടിയും വിശുദ്ധ കുർബാന ചൊല്ലിച്ചും അർപ്പിച്ചും പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പ്രസക്തിയും നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ജർത്രൂദിനോട് ഈശോ ചെയ്ത വാഗ്ദാനം ഓർക്കുക. നീ നിൻ്റെ ജീവിതകാലത്ത് വിശ്വാസത്തോടും തീഷ്ണതയോടും കൂടി എത്ര വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുണ്ടോ അത്രയും വിശുദ്ധാത്മാക്കളെ മരണസമയത്ത്
അവരെ ആശ്വസിപ്പിക്കുവാനും സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനുമായി ഞാൻ നിയോഗിക്കുമെന്ന്. വിശുദ്ധ പാദ്ര പിയയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ എടുത്തിരുന്ന സമയം ഏകദേശം 4.5 മണിക്കൂർ. തൻ്റെ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പാപപ്പൊറുതി ലഭിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഈ കാസിയിൽ നിന്ന് കൈയെടുക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കുർബാനയ്ക്ക് പങ്കെടുക്കാൻ എത്തിയിരുന്നവർ ഏകദേശം 75,000-ഓളം പേരാണ്. ആ പാദ്രപ്പിയെ പറയുകയാണ്, സൂര്യനില്ലാതെ ഒരു ദിവസം ജീവിക്കുന്നതിനേക്കാൾ കഠിനമാണ് വിശുദ്ധ കുർബാനയില്ലാതെ ഒരു ദിവസം ജീവിക്കുന്നതെന്ന്. വിശുദ്ധയായ മദർ തെരേസായുടെ വാക്കുകളിൽ, വിശുദ്ധ കുർബാനയില്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. അമലോത്ഭവ മാതാവാണ് ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥ. അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ ആരംഭകാലത്ത് തന്നെ സഭാസ്ഥാപകനായ കുര്യാളശ്ശേരി പിതാവ് മെത്രാനായി അരമനയിലേക്ക് പോകും മുമ്പ് അന്നുണ്ടായിരുന്ന സഭാംഗങ്ങളെയെല്ലാം അമലോത്ഭവ മാതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഇനി മുതൽ ഈ അമ്മയാണ് നിങ്ങളുടെ പ്രത്യേക മധ്യസ്ഥ, ഈ അമ്മയാണ് നിങ്ങളുടെ പൊതുശ്രേഷ്ഠത്തി. അമലോത്ഭവ മാതാവിനെ സൂചിപ്പിക്കുന്ന വസ്ത്രവും സഭാംഗങ്ങളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭാസ്ഥാപകൻ തന്നെ നൽകി. വെള്ളയുടുപ്പും അമലോത്ഭവ മാതാവിനെ സൂചിപ്പിക്കുന്ന നീല അരക്കെട്ടും നീല മാലയും. ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നതും ഓരോ പ്രവൃത്തികൾ ചെയ്യാൻ ആരംഭിക്കുന്നതുമെല്ലാം ഈ അമ്മയെ വിളിച്ചുകൊണ്ടാണ്. അമലോത്ഭവ മാതാവേ, ഞങ്ങൾക്ക് സഹായമായിരിക്കണമേ എന്ന പ്രാർത്ഥന എല്ലാ SABS സഭാംഗങ്ങളുടെയും മനസ്സുകളിലും അതരങ്ങളിലും സജീവമാണ്. ഞങ്ങളുടെ നീലമാലയിൽ ചേർത്ത് വച്ചിരിക്കുന്ന ലോക്കറ്റ് സഭയുടെ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. സ്വർഗത്തിൽ മാലാഖമാരെ പോലെ ആരാധിക്കുന്ന ഒരു ഗണം കന്യകമാർ ഭൂമിയിലുണ്ടാകണം എന്നതായിരുന്നു സ്ഥാപക പിതാവിൻ്റെ ഒരു സ്വപ്നം. അതുകൊണ്ട് ഞങ്ങളുടെ മെഡലിൽ വിശുദ്ധ കുർബാനയെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന 2 മാലാഖമാരുടെ ചിത്രമാണ്. മറുവശത്ത് സഭയുടെ പ്രത്യേക മധ്യസ്ഥയായ അമലോത്ഭവ മാതാവിൻ്റെയും ചിത്രമുണ്ട്. ധന്യാ സർവ
ദിവ്യകാരുണ്യനാഥ, ഈ സമയം നമ്മുടെ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷകരെയും നമുക്ക് ഓർക്കാം. അവരുടെ ഇടയിൽ രോഗികളായവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്, കുടുംബ പ്രശ്നങ്ങളുള്ളവരുണ്ട്, തെറ്റിദ്ധാരണകളാലും കുടുംബകലഹത്താലും സമാധാനമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, കടബാധ്യതകൾ നിറഞ്ഞ് എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് അറിയാതെ വിഷമിക്കുന്നവരുണ്ട്. ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും രോഗങ്ങൾ എല്ലാം സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. മാനസാന്തരം ആവശ്യമായിരിക്കുന്ന അനേകം മക്കളെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ചും മാറാരോഗങ്ങളാൽ ചികിത്സിക്കുവാൻ വശമില്ലാതെ സർവപ്രത്യാശയും വിശ്വാസവും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ തിരുമുൻപിലായിരിക്കുന്ന എല്ലാ ശാലോം പ്രേക്ഷകരെയും അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരമുയർത്തി ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യനാഥനെ കുറച്ച് സമയം സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, 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 ഞങ്ങളുടെ സ്ഥാപക പിതാവ് പറഞ്ഞു, വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി നിങ്ങളിലും അന്യന്മാരിലും വളർന്നു വരുവാൻ നിങ്ങൾ ജാഗരൂകരായിരിക്കണമെന്ന്. 108 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1908 ധന്യനായ കുര്യാളശ്ശേരി പിതാവ് ദേവദാസൻ പുത്തൻപറമ്പിൽ തോമാച്ചൻ്റെ എടത്തുവായിലുള്ള ഒരു കാലിത്തൊഴുത്തിൽ 6 അർത്ഥനികളുമായി ആരംഭിച്ച ഞങ്ങളുടെ സന്യാസിനി സമൂഹം ഇന്ന് ഓസ്ട്രേലിയ ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു. ഭാരതത്തിൽ ഗോവ, മിസോറാം, സിക്കിം എന്നീ സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങളുടെ സന്യാസിനി സമൂഹം പ്രവർത്തന നിരതമാണ്. നാഗാലാൻഡ്, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളൊക്കെ ഉൾപ്പെടുന്ന നോർത്ത് ഈസ്റ്റ് മിഷനിലും ഗ്വാളിയാർ മിഷനിലും ജഗദൽപൂർ മിഷനിലുമൊക്കെ ഞങ്ങൾ കടന്നു ചെന്നിട്ട് അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. 19 പ്രോവിൻസുകളും 3 റീജിയനുകളുമായി വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തന നിരതമായിരിക്കുന്ന ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിന് 24 വർഷങ്ങൾക്ക് മുൻപ് 1992 അനേകം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എയ്ഡ്സ് പോലെയുള്ള മാറാരോഗങ്ങളും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഇരുണ്ട ഭൂഖണ്ഡമെന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കാറുള്ള ആഫ്രിക്കയിലേക്കും കടന്നു ചെല്ലുവാനും അവിടെ ദിവ്യകാരുണ്യ ഈശോയെ പങ്കുവയ്ക്കുവാനും കർത്താവ് കൃപ നൽകി. സ്ത്രീ വിദ്യാഭ്യാസം നന്നേ ഇല്ലാതിരുന്ന കാലത്ത് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച് കരകളെയും ദേശങ്ങളെയും നവീകരിക്കുകയും ഗുണീകരിക്കുകയും ചെയ്യണമെന്ന സ്ഥാപക പിതാവിൻ്റെ ആഹ്വാനമനുസരിച്ച് വിദ്യാഭ്യാസ മേഖലകളിലൂടെ ഈശോയെ കൊടുക്കുവാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം കാരുണ്യത്തിൻ്റെ മുഖം, ഈശോയുടെ കാരുണ്യത്തിൻ്റെ മുഖം ലോകത്തിന് ദൃശ്യമാക്കി കൊടുക്കുവാൻ ആദർശ ശുശ്രൂഷകളിലൂടെയും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഞങ്ങൾ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ചും ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരുന്ന് കർത്താവിൻ്റെ കരുണ ആവോളം ആസ്വദിക്കുന്നവരായ ഞങ്ങൾക്ക് കാരുണ്യം ഏറെ അർഹിക്കുന്ന പാവപ്പെട്ടവരിലേക്ക് കടന്നു ചെല്ലണമെന്നുള്ള ഒരു വർദ്ധിച്ച ആവേശമാണ് ഇക്കഴിഞ്ഞ സിനാസിസുകളിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. എയ്ഡ്സ് രോഗികളുടെ ഇടയിലേക്കും ആകാശപ്പറവുകളുടെ ഇടയിലേക്കും ജയിൽ
വിമുക്തരായ സ്ത്രീകളുടെ പുനരധിവാസത്തിലേക്കും എറണാകുളം പട്ടണത്തിലെ സെക്സ് വർക്കുകളുടെ ഇടയിലേക്കുമൊക്കെ ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങൾ സ്റ്റെപ്പുകൾ എടുത്തു തുടങ്ങി. കിടപ്പാടമില്ലാത്ത 100 കുടുംബങ്ങൾക്കെങ്കിലും ഈ കാരുണ്യ വർഷത്തിൽ 100 വീടുകൾ ഉണ്ടാക്കി കൊടുക്കണമെന്നും ഒരു വിധവയായിരുന്ന ഞങ്ങളുടെ പ്രഥമാംഗം ശന്താളമ്മയോടുള്ള ബഹുമാനാർത്ഥം വിധവകളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള 100 സ്ത്രീകളുടെയെങ്കിലും കാരുണ്യം നൽകി സംരക്ഷിക്കണമെന്നും ഇക്കഴിഞ്ഞ സിനാക്സിസിൽ ഞങ്ങൾക്ക് തീരുമാനമുണ്ടായി. ആഫ്രിക്കൻ മിഷനിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ എയ്ഡ്സ് രോഗികളെയെല്ലാം ശുശ്രൂഷിക്കുവാനും പുനരധിവസിപ്പിക്കാനും ശ്രമിക്കുന്നത് പോലെ തന്നെ 2033 ആകുമ്പോഴേക്കും ബ്രസീലിലും കാരുണ്യത്തിൻ്റെ ശുശ്രൂഷയുടെ അകമ്പടിയോടെ ദിവികാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുന്ന ഒരു ശക്തമായ പ്രൊവിൻസായി ബ്രസീലിനെ തിരഞ്ഞെടുക്കണമെന്നും സിനാക്സിസിൽ തീരുമാനമുണ്ടായതിൻ്റെ വെളിച്ചത്തിൽ അതിനുള്ള നടപടികൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കുഞ്ഞ